ടെസ ഫാബ്രിക് സിൽക്കിൻ്റെയും ജെറിയുടെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന ടിഷ്യൂ ജെറി ചെക്സ് വന്നിട്ടുള്ള ഒരു ടെസ സാരിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. സിംഗിൾ കളറായിട്ട് ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ഫുള്ളായിട്ട് സിംഗിൾ കളർ ടോൺസിൽ സാരീസ് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ സിമ്പിളായിട്ടുള്ള ടിഷ്യൂ വീവിങ് പാറ്റേൺ മാത്രമാണ്. സട്ടിൽ ലുക്സ് ഇഷ്ടമുള്ളവർക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ സ്റ്റൈലാണ് കേട്ടോ. ഹൈ നെക്കിൽ വി നെക്ക് പാറ്റേൺ ഒക്കെ ഇട്ടിട്ടും ഒക്കെ അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് തിന്നായിട്ടുള്ളൊരു ജെറി ബോർഡേഴ്സും അതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത് അതിൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷനാണ്. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസും പ്ലീറ്റ്സുമാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസിൽ ലൈൻ വീവിങ് പാറ്റേൺ ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ബ്ലൗസിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു ചെറിയ ടിൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുമ്പം ഒത്തിരി ഹൈലൈറ്റഡ് ആയിട്ടുള്ള വർക്ക് എന്നുള്ളതല്ല, സട്ടിൽ ലുക്കിലുള്ള ഇപ്പോൾ ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന വർക്ക്സ് കണ്ടോ. ഇപ്പം ഇതുപോലത്തെയൊക്കെ ഈ ഒരു സെയിം ഡിസൈൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കയ്യിൽ വേണമെങ്കിൽ ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ സ്കാറ്റേഡ് ആയിട്ടൊരു കോൺട്രാസ്റ്റ് കളറിലെ ത്രെഡ് കൊടുത്തിട്ടൊരു മിറർ വർക്ക് കൊടുക്കുകയൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ക്ലാസി എലിഗൻറ്റ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കൂടാതെ നമ്മുടെ പേജിൽ തന്നെ നമുക്ക് ഡിസൈനർ ബ്ലൗസസ് അവൈലബിൾ ആണ്. ഹാൻഡ് വർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഇക്കത്തിൻ്റെയൊക്കെ ഒത്തിരി ഡിസൈനർ ബ്ലൗസസ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലൗസസിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദേശി ടെസ ഫാബ്രിക്കിനകത്ത് ചെക്ക് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന കളക്ഷൻ. ഫ്യൂഷൻ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ആ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ്, ആ ഒരു ട്രഡീഷണൽ ടച്ച് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ബോർഡർ, അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ പാലറ്റ്. ഇഫ് യു ലുക്കിംഗ് ഫോർ സംതിങ് ഡിഫറെൻറ്റ് യു ഷുഡ് ബൈ ദിസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഇൻ ദിസ് ഓറഞ്ച് സ്റ്റോൺ ഓഫ് റെഡ്, അതിനകത്ത് ക്രിസ്മസ് ലുക്കിനാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡെഫിനറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. യെല്ലോ, പിങ്ക്, യെല്ലോ അല്ല, അത് ആക്ച്വലി ഒരു ബേജ്, പെയിൽ ബേജും ബ്ലൂവിൻ്റെ ടോൺസും പിങ്കിൻ്റെ ടോൺസും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബോർഡേഴ്സ് രണ്ട് സൈഡിലെ ബോർഡേഴ്സിനകത്തും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇറ്റ്സ് വെരി പ്ലസൻറ്റ്. കളർ പാലറ്റ് ഇസ് വെരി പ്ലസൻറ്റ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് വിത്ത് ബോർഡർ വിത്തൗട്ട് ബോർഡർ നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും കേട്ടോ. ഉടുക്കാൻ വളരെ എളുപ്പമുള്ള സാരിയാണ്. ടസർ ലൈക്ക് ഒരു ഫിനിഷ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഡ്രൈ ക്ലീനിങ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആ ഒരു ടെമ്പിൾ ആണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു സ്മോളർ ഡീറ്റെയിലിങ് വരുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈക്ക് യു ഡോണ്ട് സീ ദിസ് കൈൻഡ് ഓഫ് എ കോമ്പിനേഷൻ. സോ ദിസ് ഇസ് എ ഫ്യൂഷൻ ലുക്ക്. അത് നമുക്ക് നമ്മളുടെ ആ ഒരു ക്രൗഡ് അനുസരിച്ചിട്ട് നമുക്കത് ഓൾട്ടർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ബ്ലൗസിൻ്റെ സ്റ്റൈൽസിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. NHH 388 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1799 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു ഇസ് ഓൾസോ സിമ്പിൾ. ആ ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. കാഷ്വൽ പ്ലീറ്റ്സ് എനിത്തിങ് ആക്ച്വലി വർക്ക്സ് വെൽ. അപ്പോൾ കാഷ്വൽ പ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് നമുക്കതിനകത്ത് വെയർ ചെയ്യാൻ പറ്റും. നല്ല ടോൺ ഓഫ് ഒരു ഓറഞ്ച് ടിൻറ്റ് വന്നിരിക്കുന്ന റെഡ് ഷെയ്ഡ് വിത്ത് ആൻറ്റി ഗോൾഡൻ സെറി ചെക്ക് പാറ്റേൺസ് ഓൺ ദ ബോഡി ആൻഡ് ടെമ്പിൾ ബോർഡേഴ്സ്. നല്ലൊരു പ്ലെസൻറ്റ് ഷെയ്ഡ് ഓഫ് പിങ്ക്. അതിനകത്ത് നമുക്കൊരു ചെറുതായിട്ടൊരു അനിയൻ്റെ ടോണൊക്കെ വന്നിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ആൻഡ് വി ഹാവ് ദിസ് ഇൻ ബനാറസി സ്റ്റൈൽ, ഒരു കത്താൻ സിൽക്കിൻ്റെ ഒരു ലുക്ക്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് നമുക്ക് തീരെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്കൊരു ഒക്കേഷനൊക്കെ എടുത്തോണ്ട് പോകാം. ഇപ്പം നമ്മൾ കുറച്ച് പേരെങ്കിലും ഭയങ്കര കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സിൽക്ക് സാരി ഉടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അത് ഈവൻ ഇവിടുന്ന് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കുമ്പോഴോ വലിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് കയറി പോകുമെന്നൊക്കെയുള്ള നല്ല പേടി പിന്നൊക്കെ കുത്താൻ നേരത്തുണ്ട് കേട്ടോ. ഇപ്പോൾ ഹാക്സ് ഉണ്ട് അതിനൊക്കെ. എന്നാൽ പോലും ബട്ട് ദിസ് ഇസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി വിച്ച് യു ക്യാൻ ആക്ച്വലി ഫ്ലോണ്ട് അറ്റ് എ വെഡിങ്. നല്ലൊരു സ്റ്റൈലായിട്ടും ഗ്രാൻഡായിട്ടും കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലസൻറ്റ് പിങ്ക് ഷെയ്ഡാണ്. അതിനകത്ത് ഒരുപാട് സ്റ്റൈൽസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ. ആൻഡ് കളേഴ്സും ഡിസൈൻ വേരിയേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് N171. ആൻഡ് അതിനകത്ത് നമുക്ക് ചന്തേരി ഫിനിഷിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പവലൂം സാരിയാണ്. നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ അപ്പോൾ കട്ടി ആൻസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ട് വലിയുന്നതോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കട്ടിയൊന്നും ഉള്ള ല്യൂറക്സാൻസ് അല്ല അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് തന്നെ വരുന്നതാണ്. ആൻഡ് ഒരു സാറ്റിൻ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ബോർഡേഴ്സാണ് അതിൻ്റെ അകത്ത് വീവിങ് സ്റ്റൈലിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു. ആൻഡ് ബ്ലൗസ് ഇസ് ഓൾസോ ദി സെയിം ലുക്ക്.
ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ സെറി വീവിങ് പാറ്റേൺ. ബോർഡേഴ്സിനകത്ത് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇറ്റ്സ് കോൾഡ് ഡയമണ്ട് ഡിസൈൻ വിത്ത് ഒരു സിൽവർ മോട്ടീഫും കൂടി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ പോർഷനിൽ ലൈറ്റ് ഗോൾഡും സിൽവറും ആയിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. 2 പ്ലൈയുടെ ഒരു സിമിലർ സ്റ്റൈലിലാണ് വരുന്നത്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുക്കി കുത്തി ഉടുക്കണമെങ്കിലും ഭംഗിയായിട്ട് തന്നെ അത് ഉടുക്കാൻ പറ്റും. നല്ല രസമായിട്ടുള്ള സാരീസാണ്. കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുക്കാനാണെങ്കിൽ നല്ല ഒതുങ്ങിക്കോളും. നമുക്കിവിടെ ഫുള്ളായിട്ട് നല്ല ഒതുക്കി ഉടുക്കാൻ പറ്റുന്ന ഒരു ചന്തേരി ഫിനിഷിൽ വരുന്ന സെമി സിൽക്ക് സാരീസ്.